ഉൽപ്പത്തി 22. അതിൻ്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാമെന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്തെഴുന്നേറ്റ് കഴുതിക്ക് കോപ്പ് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തുനിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധിച്ചിട്ട് മടങ്ങി വരാം എന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറക് എടുത്ത് തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്ന് അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളാം മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ ഇരുവരും ഒന്നിച്ചു നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറക് അടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. പിന്നെ അബ്രഹാം കൈതീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കാതെ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടിൻകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടികെട്ട് കിടക്കുന്നത് കണ്ടു. അപ്പോൾ അബ്രഹാം ചെന്ന് ആട്ടിൻകൊറ്റനെ പിടിച്ച് തൻ്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഈരെ എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും എന്ന് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു. യഹോവയുടെ ദൂതൻ 2-മതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ ഈ കാര്യം ചെയ്തു. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കാതെ കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളെയും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്ന് അവർ ഒന്നിച്ചു പുറപ്പെട്ട് ബേർഷേബയിലേക്ക് പോന്നു. അബ്രഹാം ബേർഷേബയിൽ പാർത്തു. അനന്തരം മിൽക്കയും തൻ്റെ സഹോദരനായ നാഹോരിന് മക്കളെ പ്രസവിച്ചിരുന്നു എന്ന് അബ്രഹാമിന് വർത്തമാനം കിട്ടി. ആരെന്നാൽ ആദ്യജാതൻ ഊസ്, അവൻ്റെ അനുജൻ ബൂസ്, ആരാമിൻ്റെ പിതാവായ കെമുവേൽ, കേശത്, ഹസോ, പിൽദാഷ്, ഇദലാഫ്, ബെതുവേൽ റിബേക്കയെ ജനിപ്പിച്ചു. ഈ 8 പേരെ മിൽക്ക അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോരിന് പ്രസവിച്ചു. അവൻ്റെ വെപ്പാട്ടി രേയുമ എന്നിവളും തേബഹ്, ഗഹാം, തഹഷ്, മാഖ എന്നിവരെ പ്രസവിച്ചു.